വാ ഇവിടെ. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജിമിൻ, ഇവളുടെ കാര്യത്തിൽ ഇടപെടാനോ ഇവളെ കാണാനോ വരരുതെന്ന്. അമ്മായി അമ്മ എന്തിനാ അവൻ ചീത്ത പറയുന്നേ? മിണ്ടാതെ മര്യാദയ്ക്ക് എന്റെ കൂടെ വീട്ടിലേക്ക് വന്നു. ഞാൻ വരത്തില്ല. പിന്നെ നീ നിന്റെ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് ചെല്ല്. ഞാനറിയുന്നതിന് ഇവിടെ പാമ്പ് കയറി. ഒരു ചെറിയ പാമ്പ്. ഓ നീയായിരുന്നു, ഞാനടുത്ത്. നീയോ? നീ എവിടെ? അതെന്നെ, എനിക്ക് നിന്റെ വീട്ടിൽ വന്നൂടെ? വന്നൂടാ, പ്രത്യേകിച്ച് രാത്രി ഇങ്ങനെയുള്ള സമയത്ത് ഒട്ടും വന്നൂടാ. അല്ല പറഞ്ഞാലും നീ ഇപ്പൊ എങ്ങനെ ഇവിടെ എത്തിയേ? നിന്നെ ആരെല്ലാം കൊണ്ടുവിട്ടാണോ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് നീ വീടിന്റെ മതിൽ ചാടിക്കിടന്നു വന്ന. എന്റെ ദൈവമേ, നിന്റെ അമ്മാവനും അമ്മയും വലിയ ഇതറിഞ്ഞ? എങ്ങനെ അറിയാൻ? ആറോ വിചാരം ഞാൻ മുറി കിടന്നുറങ്ങുവാന്നല്ലേ. അതൊക്കെയാണ് നിൽക്കട്ടെ, എന്റെ വീട് നീ മന്തി ചാടിക്കിടന്നു. ശരി, പക്ഷെ നീ എങ്ങനെയടി അവരുടെ തന്നെ ഓടിച്ച് അവിടെ നിന്ന് ഇറങ്ങി? പിന്നെ നീ ഏട്ടനും കൂടെ ഏട്ടത്തെ കാണാൻ പോകാൻ വേണ്ടി കുറെ ചാടിയിട്ടുള്ളതല്ലേ ആ വീടിന്റെ മതിലും, അതുപോലെ തന്നെ ഞാൻ ചാടി. പക്ഷെ പണ്ട് ഞാൻ ആ വഴിയെല്ലാം അടച്ച് കെട്ടിയതാണല്ലോ മോളെ. നീ അടച്ചു കെട്ടിയ വഴികൾ ഞാൻ തുറന്നിട്ടേ ഉള്ളു. അയ്യോ, എന്നാ ഞാൻ വാതിലെല്ലാം അടച്ചിടാൻ പറഞ്ഞു. നല്ലതാ. ഇനിയിപ്പം നിന്റെ അമ്മാവനും അമ്മയും വെച്ച് പിടിച്ചിങ്ങോട്ടേക്ക് വന്നോളൂ. നീ എന്നെ കൊണ്ട് അടി മേടിച്ച് കൂട്ടിപ്പിക്കുവോ? അങ്ങനൊന്നും ഇല്ല എന്റെ ചെറുക്ക. അല്ല, നീ എന്നെ ഉണ്ടാക്കുന്നേ? ഹായ്. നോക്കണ്ട, എനിക്ക് എന്നാണല്ലോ അത്ര ഉള്ളൂ. ഓ, അല്ലേലും എനിക്ക് നിന്നൊന്നും വേണ്ട. പക്ഷെ എന്നെ മാമ വിളിച്ചിട്ട് വിശപ്പ് കഴിക്കാനും പറ്റുന്നു. വിശപ്പോ? എന്റെ പൊന്നമോളെ നിന്റെ ആഹാരം കിടന്ന് കാണും. ചെറുതായിട്ട്. ഓ, പറഞ്ഞ നാക്കെടുത്തില്ല. അതിനിപ്പുറം തന്നെ വന്ന് നിന്റെ വീട്ടുകാർ.